അതിപുരാതനമായൊരു കാലം. മനുഷ്യർ ജാതിയുടെ പേരിൽ വേർതിരിക്കപ്പെട്ടിരുന്ന കാലം. പാണൻ പോലുള്ള അടിയാളർക്ക് ദുരിതപൂർണമായ ജീവിതമായിരുന്നു. ജന്മിമാരുടെ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അവർക്ക് ആശ്രയിക്കാൻ ഒരു ദൈവവും ഉണ്ടായിരുന്നില്ല. ഈ ദുരിതങ്ങളിൽ മനംനൊന്ത് പാണൻ സമുദായത്തിലെ ഒരു മുതിർന്ന കുലഗുരു തങ്ങൾക്കൊരു ശക്തിയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹം കളിമണ്ണിൽ ഒരു മനുഷ്യരൂപം മെനഞ്ഞ് തീയിലിട്ട് ചുട്ടെടുത്തു. ആ കറുത്ത രൂപത്തെ അദ്ദേഹം കരിങ്കുട്ടി എന്ന് പേര് വിളിച്ചു. അത് അദ്ദേഹത്തിന്റെ സങ്കടങ്ങളുടെയും രോഷത്തിന്റെയും പ്രതീകമായിരുന്നു. കുലഗുരു കരിങ്കുട്ടിയെ പ്രതിഷ്ഠിച്ച് കഠിനമായ തപസ്സാരംഭിച്ചു. തപസ്സിൽ പ്രസാദിച്ച കരിങ്കുട്ടി പാണൻ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ദുഷ്ടജന്മിമാരെ വംശനാശം വരുത്താനുള്ള വരം ചോദിച്ച കുലഗുരുവിനോട് കരിങ്കുട്ടി പറഞ്ഞു, അത് ധർമ്മമല്ല, എന്നാൽ അധർമ്മികളിൽ നിന്ന് രക്ഷപ്പെടാനും അവരെ ഭയപ്പെടുത്താനുമുള്ള ഒരു വിദ്യ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. എന്നാൽ അത് കൊല്ലാനായി ഉപയോഗിക്കരുത്, ഭയപ്പെടുത്താൻ മാത്രം. അങ്ങനെ കരിങ്കുട്ടി കുലഗുരുവിന് ഒടിവിദ്യ ഉപദേശിച്ചു നൽകി. ഈ വിദ്യ അമാവാസി ദിനങ്ങളിലാണ് പ്രയോഗിക്കേണ്ടിയിരുന്നത്. ഇത് വെറും മായാജാലമായിരുന്നില്ല, അതിന് അതിക്രൂരമായ ഒരുക്കങ്ങൾ ആവശ്യമായിരുന്നു. ഒടിവിദ്യയ്ക്ക് ശക്തി ലഭിക്കാൻ കടിഞ്ഞൂൽ ഗർഭമുള്ള അന്തർജനത്തിന്റെ മറുപിള്ള വേണമായിരുന്നു. ഒടിയന്മാർ അത്തരം സ്ത്രീകളെ കണ്ടെത്തി മയക്കി മുളങ്കത്തി ഉപയോഗിച്ച് വയറുകീറി മറുപിള്ള പുറത്തെടുക്കും. മുറിവ് മായാവിദ്യയാൽ മറച്ച് പിറ്റേന്ന് രാവിലെ അവർ മരിച്ചു കിടക്കും. ഈ മറുപിള്ളയിൽ നിന്ന് ലഭിക്കുന്ന 2-3 തുള്ളി മരുന്ന് ചില പച്ചിലകളുമായി ചേർത്ത് ചെവിയുടെ പിന്നിൽ തേച്ചു പിടിപ്പിച്ചാണ് ഒടിവിദ്യ പ്രയോഗിച്ചിരുന്നത്. ഇത് ശത്രുനാശം ലക്ഷ്യമിട്ടുള്ള ഒരു വിദ്യയായിരുന്നു. ഇതിനായി കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളും ഒടിയന്മാർ ചെയ്തിരുന്നു. ശത്രുവിനെ കൊല്ലുക, അല്ലെങ്കിൽ മാനസിക നില തെറ്റിക്കുക, അമിത ഭയമുണ്ടാക്കുക, ഇതായിരുന്നു ഒടിവിദ്യയുടെ ഫലം. ഒടിവിദ്യക്കായി തയ്യാറെടുക്കുന്ന ഒടിയന്മാർക്ക് അസാധാരണമായ കാഴ്ചശക്തി ലഭിക്കാൻ നത്തിന്റെ തലയിൽ നിന്നെടുക്കുന്ന പ്രത്യേകതരം മഷി കണ്ണിൽ പുരട്ടിയിരുന്നു. ഇതിലൂടെ അവർക്ക് ഇരുട്ടിലും വ്യക്തമായി കാണാനും അസാധാരണ ശക്തി നേടാനും കഴിയും. രാത്രിയുടെ മറവിൽ ഇഷ്ടരൂപം സ്വീകരിച്ച് അദൃശ്യനായോ അല്ലെങ്കിൽ രൂപം മാറിയോ എത്തി ഇരയുടെ കഴുത്തൊടിക്കും. ഒടിവിദ്യയേറ്റയാൾക്ക് തൽക്ഷണം മരണമോ അല്ലെങ്കിൽ ദീർഘകാലം മൃതപ്രായനായി കിടന്നുള്ള മരണമോ സംഭവിക്കാറുണ്ട്. പലപ്പോഴും വീട്ടുപടിക്കലോ സ്വന്തം പറമ്പിലോ വെച്ചാണ് ഇരകൾ ആക്രമിക്കപ്പെടാറ്. ശത്രുനാശത്തിനു ശേഷം കലിയടങ്ങാതെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒടിയന്റെ ദേഹത്ത് ചൂടുവെള്ളമോ കാടിവെള്ളമോ ഒഴിച്ചാൽ മാത്രമേ ഒടിയൻ സ്വരൂപത്തിലേക്ക് എത്തുന്നതിന് സാധിക്കുകയുള്ളൂ. ഒടിയൻ മൃഗരൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും അതിനൊരു കുറവുണ്ടാകും. ഒരു കൊമ്പോ വാലോ ചെവിയോ പൂർണ്ണമായിരിക്കില്ല. ഇത് ഒടിയനെ തിരിച്ചറിയാനുള്ള സൂചനയായിരുന്നു. ഒടിയനെ പ്രതിരോധിക്കാൻ പണ്ടുള്ളവർ ചില വിദ്യകൾ കണ്ടെത്തിയിരുന്നു. ഒടിയന്റെ മുന്നിൽപ്പെട്ടാൽ ഭയക്കാതെ വസ്ത്രങ്ങൾ അഴിച്ച് നഗ്നരായി ചുറ്റും വലം വെച്ച് ഒരു കളം വരച്ച് ഒടിയന്റെ മുഖത്തിരിക്കുക. ഇങ്ങനെ ചെയ്താൽ ചെവിയിലെ മരുന്നിന്റെ ശക്തി നശിച്ച് ഒടിയൻ മനുഷ്യരൂപം പ്രാപിക്കുമെന്നും വിശ്വാസമുണ്ടായിരുന്നു. കാലം മാറിയതോടെ ഒടിവിദ്യകളും ഒടിയന്മാരും നാട്ടിൽ നിന്ന് അപ്രത്യക്ഷരായി. എങ്കിലും ഇരുട്ടിന്റെ മറവിൽ പാതി മനുഷ്യനും പാതി മൃഗവുമായി ശത്രുനാശത്തിനായി കാത്തിരുന്ന ഒടിയന്റെ കഥ ഓരോ ഇടവഴികൾക്കും ഇന്നും പറയാനുണ്ടാവും.